കുട്ടിക്കാലത്തെ ഓണം വളരെ സ്പെഷ്യലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം 10 ദിവസത്തേക്ക് സ്കൂളിനും ട്യൂഷനും വിടാം. ഹാളിൽ നിന്ന് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എഴുതാത്തതിൻ്റെയും കഥകൾ എഴുതി വെച്ച ക്വസ്റ്റ്യൻസിൻ്റെയും ഒക്കെ ആൻസർ പഠിപ്പിസ്റ്റുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കും. എന്തിനെന്നോ, ഓരോ എക്സാം കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറും കൊണ്ട് ട്യൂഷൻ ചേച്ചിയെ കാണാൻ പോകണം. ആൻസർ എല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. ചേച്ചിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്നോ, എൻ്റെ പിള്ളേർ എല്ലാ ആൻസറും എന്നെ വന്ന് പറഞ്ഞു കേൾപ്പിച്ചിട്ടും പേപ്പർ വരുമ്പോൾ എന്താണോ അടപടലം തോറ്റിട്ട് വരുന്നതെന്ന്. അന്നത്തെ ഓണാഘോഷ പരിപാടികൾ പല ദിവസം നീളുന്നതായിരുന്നു. പള്ളിയുടെ വക ഓണാഘോഷം, സ്കൂളിൻ്റെ വക, ട്യൂഷൻ സെൻറ്ററിൻ്റെ വക, പിന്നെ വീട്ടിൽ, അങ്ങനെ ഒത്തിരി ദിവസം. അത്തപ്പൂക്കള മത്സരം തന്നെ ഉണ്ടായിരുന്നു. എവിടെ വരെയായി പൂവിറുക്കലൊക്കെ? ഓൾമോസ്റ്റ് ശരിയാവാറായി. കുറച്ചുകൂടെ ഇത്രയും പൂ നമ്മുടെ വീട്ടിൽ പിടിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞ റോസാപ്പൂ മാത്രമേ ഞങ്ങളുടെ വീട്ടിൽ പിടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങള് പൈസ കൊടുത്ത് മേടിച്ചതാ. അക്കുന്നിന്റെ മുണ്ടെത്തിയേ. അന്നത്തെ അത്തപ്പൂക്കള മത്സരത്തിന് എത്ര പൂ പൈസ കൊടുത്ത് വാങ്ങിയാലും പറമ്പിലെ തുമ്പപ്പൂ വില്ലയിൽ പോയിന്റ് പോകും. അങ്ങനെ പറഞ്ഞിട്ട് തുമ്പപ്പൂ പറിക്കാൻ പോയി ഒരു കുട്ടിയുടെ കാലിൽ കുപ്പിച്ചില് തറച്ചത് ഓർക്കുന്നു. അവസാനം പൂ തികയാതെ വന്നപ്പോൾ അടിയിൽ തിരുമ്മിയ തേങ്ങ ചേർത്ത് മുകളിൽ തുമ്പപ്പൂ ഇട്ടത് വിശ്വസ്തനായൊരു ചങ്ങാതി ഒറ്റിക്കൊടുത്തിട്ട് ജഡ്ജി വന്ന് കറക്റ്റായിട്ട് തുമ്പപ്പൂവിൻ്റെ ലെയറിൽ നിന്ന് കൈയിട്ട് വാരി തിന്നതും അങ്ങനെ ഞങ്ങളുടെ പോയിന്റ് പോയതും ഓർക്കുന്നു. ഈ വർഷത്തെ അയർലൻഡിലെ ഞങ്ങളുടെ ഓണത്തിന് അത്തപ്പൂ ഇടാൻ വീട്ടിൽ തന്നെ സമൃദ്ധമായ റോസാപ്പൂ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബൊക്കയും കൂടെ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എൻ്റെ ഒപ്പം ഇരുന്ന് അത്തമിടുന്ന കക്ഷിയാരെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്? എൻ്റെ അനിയത്തിക്കുട്ടി അനുപമയെന്നാണ് പേര്. വീട്ടിൽ ഞങ്ങൾ മുന്നാന്ന് വിളിക്കും. ബ്ലഡ് റിലേഷൻ ഒന്നും ഇല്ലെങ്കിലും നാട്ടിൽ ഞങ്ങൾ അയൽക്കാരാണ്. പിന്നെ ഏറ്റവും നല്ല ഉറ്റൊരു ചങ്ങാതി, നല്ലൊരു അനിയത്തിക്കുട്ടി. ഇവള് ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ. ഇവളില്ലാതെ ഞങ്ങൾക്കൊരു ആഘോഷമില്ല. അങ്ങനെ ഓണത്തിന് ഞങ്ങളുടെ ഒപ്പം അവളെത്തി. ഞങ്ങൾ ഒരുമിച്ചാണ് ഓണം ആഘോഷിച്ചത്. നല്ലൊരു കുക്കാണ് കേട്ടോ. അവൾ തന്നെയാണ് സദ്യയുടെ ഏറെ ഭാഗവും വെച്ചത്. കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ഓണസദ്യയൊന്നും ഒരുക്കിയില്ലെങ്കിലും എൻ്റെ കളിക്കൂട്ടുകാരായ നീതുവും ഉണ്ണിയും ഒക്കെ സദ്യ ഉണ്ണാൻ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ടു പോകും. ഓണത്തിനും വിഷുവിനും ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിനും ഇത് പതിവായിരുന്നു. ഞാൻ അവരെ ക്രിസ്മസിനും ഈസ്റ്ററിനും പള്ളിപ്പെരുന്നാളിനുമൊക്കെ എൻ്റെ വീട്ടിലേക്കും ക്ഷണിക്കും. അതൊക്കെ ഒരു കാലം. എന്തായാലും അന്നും ഇന്നും സദ്യ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. 101 കറികളില്ലെങ്കിലും എല്ലാം കൂടി 50ഓളം കറികളും തുമ്പപ്പൂ ചോറും കുഴച്ചുണ്ട് ആ ഇലയിൽ തന്നെ പായസവും പപ്പടവും ഞാലിപ്പൂവൻ പഴവും ഞെരടിയുടച്ച് കഴിച്ച് ഏമ്പൊക്കവും വിട്ട് എണീറ്റിട്ട് പിന്നെ കിടിലനൊരു ഐറ്റം ഉണ്ട്. എന്താണെന്നല്ലേ? അന്ന് കളിക്കാൻ ഒഴിഞ്ഞ പറമ്പൊക്കെ സുലഭമാണല്ലോ. ഇന്ന് അവിടമൊക്കെ മുംബൈ കൊളാബയിലെ ഫാഷൻ സ്ട്രീറ്റ് പോലെ അടുക്കി അടുക്കി വീടുകളാണ്. എന്തായാലും ആ ഒഴിഞ്ഞ പറമ്പിൽ വലിയ ഉലക്കയും വടവും വെച്ച് ചേട്ടന്മാർ ഊഞ്ഞാല് കെട്ടിത്തരും. അതിലിരുന്ന് വീടിൻ്റെ മേൽക്കൂരയിൽ തട്ടും മാറ് വലിയ ആട്ടമിട്ട് തരും ഞങ്ങൾക്ക്. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ കുളിര് കോരും. അത് കഴിഞ്ഞ് ആരുടെ കയ്യിൽ ചെമ്പഴുക്ക, പൂ പറിക്കാൻ പോരുമോ പോരണമണി രാവിലെ, സേഫ്റ്റി പിൻ വെച്ചുള്ള ഇട്ടൂലിക്കളി, കള്ളനും പോലീസും, ചക്കുകളി, കല്ലുകളി, ഈർക്കിൽ കളി ഒക്കെ ഉണ്ടാവും. ഏറ്റവും പ്രധാനം ഞങ്ങളുടെ ലോട്ടസ് ആർട്സ് ക്ലബിലെ 2 ദിവസം വരുന്ന വലിയ ഓണാഘോഷ പരിപാടികളാണ്. വലിയ സ്പീക്കറൊക്കെ വെച്ച് പാട്ടും ഡാൻസും, സ്പൂണിൽ നാരങ്ങ വെച്ചുകൊണ്ടുള്ള ഓട്ടം, ചാക്കിൽ കയറി ഓട്ടം, തലങ്ങണിയടി മത്സരം, ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും വലിയ മത്സരം വടംവലി, പിന്നെ ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ, തിരുവാതിര, അങ്ങനെ ഒരുപാടുണ്ട് ഐറ്റംസ്. ഇന്നിപ്പോൾ എല്ലാം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുമല്ലോ. റെഡി ടു വെയർ സാരി, പിന്നെ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന മുണ്ട്. കഴിഞ്ഞ ദിവസം ചേട്ടാ ഏഷ്യൻ ഷോപ്പിൽ ചെന്നപ്പം അവിടെ ഇരിക്കുന്നടാ ഫ്രോസൺ സദ്യ. ഒന്നും ചെയ്യണ്ട, എടുത്തുകൊണ്ട് വന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് തുറന്നപ്പം അതും കണ്ടു. ഒരു ഫ്ലോറൽ കാർപ്പറ്റ്, അത്തപ്പൂക്കളം റെഡി. ചുമ്മാ അതങ്ങോട്ട് വെച്ചു കൊടുത്താൽ മാത്രം മതി. എന്തായാലും ഈ വർഷം പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് അത്തപ്പൂക്കളം ഇടണമെന്ന് ഞാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ മുന്നേയും എൻ്റെ ഒപ്പം കൂടി ഞങ്ങൾ 2 പേരും ചേർന്നാണ് ഡിസൈൻ വരച്ചതും പൂക്കളം ഇട്ടതും ഒക്കെ. അങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങളൊന്ന് അതിൻ്റെ മുന്നിൽ നിന്ന് ഷോ ഓഫൊക്കെ കാണിച്ചു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ചേട്ടായും അക്കുവും സിയയൊക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കുറച്ച് ഞങ്ങളുടെ ഫാമിലി പിക്ചറും ഒക്കെ എടുത്തു. അതൊക്കെ ഒരു സന്തോഷം തരുന്നൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. ഏതു നാട്ടിൽ പോയാലും നമ്മൾ പിന്തുടരുന്ന ചില ശീലങ്ങൾ, മധുരമുള്ള ഓർമ്മകൾ, നമ്മുടെ പാരമ്പര്യം, പിന്നിട്ട വഴികൾ, നുകർന്ന രുചികൾ, ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അങ്ങനെ ഞങ്ങളും ഉണ്ടാക്കി ഈ വർഷത്തെ സദ്യ.
പരിപ്പ്, പായസം, പച്ചടി, കിച്ചടി, അവിയൽ, സാമ്പാർ, തോരൻ. ഞങ്ങൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് ചെറുപയർ വറുത്ത് പൊടിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് എളുപ്പത്തിന് വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ ചെറുപയർ വറുത്ത് പൊടിച്ചു വെച്ചു. അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചു. ചേട്ടായി തലേന്ന് രാത്രിയിൽ തന്നെ അവിയൽ വെച്ചു. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ വെച്ച് ചേട്ടായി രാവിലെ സാമ്പാർ ഉണ്ടാക്കി വെച്ചു. പിന്നെ ചേട്ടായി ഷോപ്പിൽ പോയിരുന്ന സമയത്താണ് കേട്ടോ ഞാനും മുന്നേയും കൂടെ ബാക്കി കറികളൊക്കെ വെച്ചത്. മുന്നെയാണ് എല്ലാം വെച്ചത്. ഞാൻ ബാക്കിയെല്ലാം മുന്നേക്ക് അടുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ഈ സദ്യയുടെ ഐറ്റംസ് ഒന്നും അറിയത്തില്ല. മുന്നയുടെ ഡാഡി കേറ്ററിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ മുന്നേക്ക് അത്യാവശ്യം ബ്ലഡിൽ തന്നെ കുക്കിംഗ് നല്ലൊരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ മുന്നേ നന്നായിട്ട് കുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ ഈ വർഷത്തെ സദ്യ ഉണ്ടു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഒന്നും മോശമായിട്ടില്ലെന്ന് മാത്രമല്ല, എല്ലാം വെരി വെരി ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടു. കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി. എൻ്റെ പണ്ടത്തെ സ്കൂൾ കാലത്തെ ഓർമ്മകളൊക്കെ ഞാൻ മുന്നോടും പങ്കുവെച്ചു. മുന്നേയും എന്നോട് തിരിച്ച് കുറേ അവളുടെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അക്കുന് സദ്യ കഴിക്കാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഇത്രയും പച്ചക്കറികൾ അവന് ഇഷ്ടമേ ഇല്ല. ഞങ്ങളെ പേടിച്ചിട്ടാണ് അവൻ കുറച്ചൊക്കെ അത്യാവശ്യം ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ചിക്കനും ബീഫും ഒക്കെയാണ് കാര്യം. അപ്പോൾ അവൻ്റെ ബുദ്ധിമുട്ട് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത്. അതാണ് ഈ കാണുന്നത്. അങ്ങനെ സദ്യയൊക്കെ കൊണ്ട് ദഹിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളൊരു ഡാൻസ് റീൽ എടുക്കാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ഒക്കെ സെലക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റെപ്സൊക്കെ നോക്കി പഠിച്ച് അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഒന്നുമില്ല, ഒരു 2-3 സ്റ്റെപ്പ് ഇട്ടു, അത്രേ ഉള്ളൂ. അതും ഒരു രസം ഉണ്ടായിരുന്നു. എനിവേ, അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ. അപ്പം നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.